ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് കേൾക്കുക. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് സപ്ലിമെൻ്ററി എക്സാം എഴുതാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ജൂൺ മാസം 10 മുതൽ തുടങ്ങാൻ പോകുന്ന 4ാം സെമസ്റ്റർ പരീക്ഷയുടെയും അതിനുശേഷം വരുന്ന 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും. അതിനുശേഷം വരുന്ന സെമസ്റ്റർ പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് സപ്ലിമെൻ്ററി അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വഴിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്സാമിനേഷൻ വഴിയോ കോൾ ഫോർ ചെയ്യുമ്പോൾ മാത്രമാണ് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ 2019 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ബാക്കിയുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. 2019കാർക്ക് 2025 ജൂൺ വരെയുള്ള എക്സാമാണ് എഴുതാൻ പറ്റുന്നത്. ഇത് കൂടാതെയുള്ളത് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ. അതിനുശേഷം വരുന്ന അടുത്ത അഡ്മിഷൻ ഇയറാണ് 2020. നിങ്ങൾക്ക് 2026 വരെയാണ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്രോക്സിമേറ്റ്ലി ജൂൺ വരെ. 2026 ഇങ്ങനെയുള്ള എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് പലപ്പോഴും ഇറഗുലറായിട്ടാണ് കോൾ ഫോർ ചെയ്യുന്നത്. ഒരുമിച്ച് കോൾ ഫോർ ചെയ്യാറില്ല. നിലവിൽ 2016 വരെ വിളിച്ചിട്ടുള്ളൂ. 17 വിളിക്കണം, 18 വിളിക്കണം. അതിനോടൊപ്പം 2019 വിളിക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഉപകാരമായിരിക്കും. ആയതുകൊണ്ട് 5 to 6 years, മാക്സിമം 6 years ആണ് ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ അഥവാ ലോങ്ങിവിറ്റി. അതിനുള്ളിൽ നിങ്ങൾ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ 16ൻ്റെ പണി യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചും കൂട്ടേണ്ടി വരും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 3 വർഷ ഡിഗ്രിയും 4 വർഷ ഡിഗ്രിയും പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഓരോ വർഷം കഴിയുന്നതോറും 4 ഇയർ UG പ്രോഗ്രാംകാർ കയറി വരികയാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ഫോക്കസും എംഫസൈസും അവർക്കാണ് കൂടുതൽ കിട്ടുക. അക്കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. 6 ഇയേഴ്സ് ഉണ്ടല്ലോ, അതിനുള്ളിൽ ജയിച്ചാൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ച് പോകരുത്. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അൺപ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് എഴുതുന്നത് നിങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബലിയാടാവാതിരിക്കാൻ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.